ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ്. അപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത്, ഏത് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്, വോയിസ് ഓവർ എങ്ങനെയാണ് കൊടുക്കുന്നത്, ഇതൊക്കെ ഫ്രീ ആപ്പാണോ അതോ പെയ്ഡ് ആണോ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻഷോട്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ കിട്ടും. ഇത് ഇൻസ്റ്റാളായി ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യാം, ഫോട്ടോ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കൊളാഷും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്ത് എങ്ങനെ വോയിസ് കൊടുക്കാം, എങ്ങനെ എഫക്ട്സുകൾ കൊടുക്കാം എന്നൊക്കെ ഉള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ വീഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇവിടെ ന്യൂ എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വീഡിയോസ് സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോസ് എത്ര ക്ലിപ്പിംഗ്സ് ആയിട്ടാണോ ഇരിക്കുന്നത് ആ ക്ലിപ്പിംഗ്സ് എല്ലാം ഓർഡറിലോ അല്ലാതെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അതല്ല നിങ്ങൾക്ക് ഫോട്ടോ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോട്ടോസൊക്കെ വരും. ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ ഫോട്ടോ മാത്രം, വീഡിയോ ആണെങ്കിൽ വീഡിയോ മാത്രം. എന്നിട്ട് ഇപ്പം ഞാൻ ഒരു 4 വീഡിയോസ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഒരു ഫ്രീ ആപ്പുമാണ്. അതുപോലെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോ വേർഷൻസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം നമ്മുടെ ക്ലിപ്പിംഗ്സ് എല്ലാം ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാൻവാസ് എന്നുള്ള ഓപ്ഷനാണ് കേട്ടോ. ഈ ക്യാൻവാസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അവിടെ കുറേ ക്യാൻവാസുകൾ, അതായത് യൂട്യൂബിൽ ലോങ് വീഡിയോസ് ഇടുന്നത് 16:9 എന്ന റേഷ്യോയിലും, അതല്ല ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ 9:16 എന്നുള്ള പല ഇതിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ക്യാൻവാസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആദ്യം നമ്മൾ തീരുമാനിച്ചിട്ട് അത് സെലക്ട് ചെയ്യണം. നമ്മുടെ ക്ലിപ്പിംഗ്സ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് അതാണ് ആദ്യം സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഒരു ക്ലിപ്പിംഗ് എടുത്ത് വെച്ച് എന്തെങ്കിലും ചേഞ്ച് വരുത്തുമ്പോൾ അത് എല്ലാത്തിനും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ഡബിൾ ക്ലിക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ചേഞ്ച് എല്ലാ ക്ലിപ്പിംഗ്സിലും അഫക്റ്റ് ആയിട്ടുണ്ട്, എല്ലാത്തിൻ്റെയും ക്യാൻവാസ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത വീഡിയോസിൽ നമ്മൾ വോയിസ് ഓവർ ചെയ്യാനാണ് പോകുന്നതെങ്കിൽ ലൈവായിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ ആ ഒരു നാച്ചുറൽ സൗണ്ട് കയറുന്നുണ്ടായിരിക്കുമല്ലോ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മ്യൂട്ട് ചെയ്ത് വെക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. മ്യൂട്ട് ചെയ്തതിന് ശേഷം ഇനി ഒരു ക്ലിപ്പിങ്ങിൽ നമ്മൾ ലൈവ് ഓഡിയോ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മാത്രം വോളിയം നമുക്ക് 100 ആക്കി വെക്കാനായിട്ട് പറ്റും. അവിടെ വോളിയം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലിപ്പിംഗ് ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ നേരെ മുകളിൽ വോളിയം എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ 100 കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലിപ്പിൽ മാത്രം നമ്മൾ ലൈവായിട്ട് വീഡിയോ എടുത്തപ്പോൾ ഉണ്ടായിരുന്ന സൗണ്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും. ബാക്കിയുള്ള വീഡിയോസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്കോർഡ് ചെയ്യാനായിട്ടും സാധിക്കും. സോ നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലിപ്പിംഗ്സ് എല്ലാം സെലക്ട് ചെയ്ത് ക്യാൻവാസും സെലക്ട് ചെയ്ത് വേണ്ട ക്ലിപ്പിംഗ്സിന് മാത്രം ലൈവ് ഓഡിയോ വെച്ചിട്ട് ബാക്കിയെല്ലാം അൺമ്യൂട്ട് ചെയ്തതാണ് ആദ്യം ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് മ്യൂസിക്കോ റെക്കോർഡോ ഒക്കെ ചെയ്യുന്നതെന്നാണ്. അതുകൊണ്ട് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. മ്യൂസിക്, എഫക്ട്സ്, റെക്കോർഡ് എന്നുള്ളത്. മ്യൂസിക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷോട്ടിൻ്റെ തന്നെ ഉള്ളിൽ നമുക്ക് കുറേ ഫീച്ചേർഡ് മ്യൂസിക്സ് കിട്ടും കേട്ടോ. അതിലേതെങ്കിലും കുറേ ട്യൂണുകളായിരിക്കും, അതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. അതല്ല മൈ മ്യൂസിക് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്ന സോങ്സോ എന്തെങ്കിലും ഡയലോഗുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, റെക്കോർഡിങ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ സെലക്ട് ചെയ്ത മ്യൂസിക് ഏതൊക്കെ ക്ലിപ്പിങ്ങിന് വേണം എന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും കേട്ടോ. ആദ്യത്തെ ക്ലിപ്പിങ്ങിന് മാത്രമാണോ അതോ അത് ഡ്രാഗ് ചെയ്തിട്ട് സെക്കൻഡ് ക്ലിപ്പിംഗ് മുതലാണോ വേണ്ടതെന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇനി അത് വീഡിയോ എൻഡ് വരെ ആ ഒരു ടൂൺ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ എൻഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ തുടക്കം മുതൽ അവസാനം വരെ, ആ വീഡിയോയുടെ അവസാനം വരെ നമുക്ക് ആ ട്യൂണ് വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കുകൾ കേൾക്കാനാണെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് മൈ മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയായിരിക്കും. പിന്നെ അതിൻ്റെ വോളിയവും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വോളിയം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇനി ഇതല്ലാതെ നമുക്ക് എഫക്ട്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ട്. മൈ മ്യൂസിക്കിൻ്റെ അടുത്ത് തന്നെ അടുത്ത ഓപ്ഷനാണ് എഫക്ട്സ്. അതിൽ നമുക്കിപ്പോൾ എന്താ പറയുക, ബെൽസിൻ്റെ ഓപ്ഷൻസ്, ഫുഡ് കഴിക്കുന്നതിൻ്റെ ഓപ്ഷൻസ്, എന്തെങ്കിലും ഇളക്കുന്ന സൗണ്ട്, ഇനി ആനിമൽസിൻ്റെ സൗണ്ട്, അല്ലെങ്കിൽ പല ആൾക്കാർ സംസാരിക്കുന്ന ട്യൂണിൻ്റെ സൗണ്ട്, ഫെസ്റ്റിവൽ റിലേറ്റഡ് സൗണ്ടുകൾ, ഇൻസ്ട്രുമെൻറ്റ് സൗണ്ടുകളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇൻഷോട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതേതെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ കുറച്ചാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബേർഡ്സ്, ഇൻസെക്ട്സ്, ഇൻസ്ട്രുമെൻറ്റ്സ്, അങ്ങനെയുള്ളതൊക്കെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയ്ക്ക് സൂട്ടാവുന്ന എഫക്റ്റുകൾ ഇതിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും.
ഇനി ഇതൊന്നുമല്ല, നമ്മൾ സ്വന്തമായിട്ട് വോയിസ് ഓവർ ചെയ്യാനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ മ്യൂസിക് ഒക്കെ വിട്ടേക്കും. അവിടെ റെക്കോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു റെഡ് ബട്ടൺ വരും കേട്ടോ. ആ റെഡ് ബട്ടൺ നമുക്ക് എവിടെ മുതലാണോ വോയിസ് ഓവർ കൊടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അവിടെ കൊണ്ടുവച്ചിട്ട് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൗണ്ട് ഡൗൺ വരും. കൗണ്ട് ഡൗൺ വന്നതിന് ശേഷം നമുക്ക് റെക്കോർഡ് ചെയ്ത് തുടങ്ങാം. നിർത്തേണ്ടിടം വരുമ്പോൾ നമുക്ക് പോസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലിമിറ്റിലുള്ള ക്ലിപ്പിൻ്റെ അവിടെ നമുക്ക് എന്ത് ചെയ്യും, ഈ വോയിസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് എഡിറ്റ് ചെയ്ത് നമുക്ക് ചിലപ്പോൾ ഒന്ന് നമ്മൾ ശ്വാസമൊക്കെ വിടുന്ന സൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് എഡിറ്റ് ചെയ്ത് കുറയ്ക്കാനൊക്കെ ആ ഒരു ക്ലിപ്പിങ്ങിൽ ഞെക്കിയിട്ട് എഡിറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഓഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് ആദ്യത്തെ വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ബാക്കി കൂടി റെക്കോർഡ് ചെയ്യാനായിട്ട് വീണ്ടും റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാം. ഇനി പകുതിയിൽ വെച്ചിട്ട് നമുക്ക് അവിടെ നിർത്തണം എന്നുണ്ടെങ്കിൽ അവിടെ പോസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിൽ പോകേണ്ട ആവശ്യമില്ല, വീണ്ടും ബാക്കിയായിട്ട് തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ പല പല ഓഡിയോസ് ആയിട്ടായിരിക്കും അവിടെ വരുന്നത്. ഇനി 3 തവണ നമ്മൾ റെക്കോർഡ് ചെയ്തു, ആ മൂന്നാമത് പറഞ്ഞ ഓഡിയോ അത്ര ശരിയായില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ലാസ്റ്റ് റെക്കോർഡ് ചെയ്ത ഓഡിയോ ഏതാണോ അതെന്ത് ചെയ്യും, റിമൂവ് ആയി പൊക്കോളും. അതിനുശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്താൽ നമ്മൾ റെക്കോർഡ് ചെയ്ത അത്രയും ഓഡിയോസും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ റെക്കോർഡിങ്ങും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ആ റെക്കോർഡിങ് ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി അതിൻ്റെ വോളിയം നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. ആ ഒരു റെക്കോർഡിങ്ങിൽ ഞെക്കിയിട്ട് വോളിയം എന്നുള്ള നമ്മുടെ ബട്ടൺ പ്രസ് ചെയ്താൽ മതി കേട്ടോ. ശരിക്കും ഇതൊരു ഫ്രീ ആപ്പ് ആണെന്ന് പറഞ്ഞില്ല, ഫ്രീ അല്ല, പെയ്ഡ് ആപ്പും കൂടിയാണ്. പെയ്ഡ് വേണ്ടവർക്ക് പെയ്ഡ് യൂസ് ചെയ്യാം. എങ്കിലും ഫ്രീ ആപ്പായിട്ട് യൂസ് ചെയ്യുമ്പോൾ പോലും നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഇൻഷോട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ മറ്റൊരു ഫീച്ചറാണ് പിപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊക്കെ പല വീഡിയോസിലും പല ആൾക്കാരുടെ വീഡിയോസിലും കണ്ടിട്ടുണ്ടല്ലേ, അവർ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പറയും അതിൻ്റെ ഇമേജ് അല്ലെ അതിൻ്റെ ഒരു റെക്കോർഡിങ് ഞാൻ താഴെ കാണിക്കുന്നുണ്ടെന്ന് പറയല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഗ്യാലറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് നമുക്ക് വേണ്ട ഇമേജ് ഇതുപോലെ സെലക്ട് ചെയ്ത്, ഞാനിപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഏത് ക്ലിപ്പിങ്ങിലാണ് ചേർക്കേണ്ടതെന്നുള്ളത് അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്ലിപ്പിങ്ങിൽ അത് കാണാനായിട്ട് സാധിക്കും. ഇനി ഇമേജ് മാത്രമല്ല കേട്ടോ, ഇതുപോലെ ഒരു വീഡിയോ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിലും ഞാൻ ആദ്യത്തെ ക്ലിപ്പിൽ ഈ ഒരു വീഡിയോ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതവിടെ കൊണ്ടുവച്ചാൽ താഴെ അതും പ്ലേ ആയിക്കൊണ്ടേ ഇരിക്കും. ഇനി അത് വീഡിയോ എൻഡ് വരെ വേണമെങ്കിൽ വീഡിയോ എൻഡ് വരെ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ വീഡിയോ എൻഡ് വരെ എന്ത് ചെയ്യും, ഈ ഒരു വീഡിയോ പ്ലേ ആയിക്കൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതാണ് പിപ്പ് എന്നുള്ള ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പം മനസ്സിലായോ പല യൂട്യൂബേഴ്സും എങ്ങനെയാണ് ഇങ്ങനെ പല വീഡിയോസും പല ഇമേജസും ഒരേ വീഡിയോയിൽ തന്നെ കാണിക്കുന്ന, അല്ലെ ഒരേ ക്ലിപ്പിങ്ങിൽ തന്നെ കാണിക്കുന്ന എന്നുള്ളത്. ഇതൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. വീഡിയോ ഒരുപാട് ലോങ് ആയി പോയതുകൊണ്ട് ബാക്കി ഫീച്ചേഴ്സൊക്കെ നമുക്ക് അടുത്ത പാട്ടിൽ നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ടാറ്റാ ബൈ ബൈ, സീ യു.